भारत में क्या मुसलमान सेफ है? क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है। आपका क्या व्यू है? मेरा लास्ट क्वेश्चन है आपसे मुफ्ती साहब। एक जगह एक आदमी ने बोल दिया एक मीटिंग में, मैं उसको इतराज किया, भारत में मुसलमान को कोई रुकावट नहीं है, तकलीफ नहीं है, रुकावट नहीं, तकलीफ नहीं, मशक्कत नहीं। ये मदारिस चलता है, अरबी कॉलेज चलता है और मसाजिद चलता है, दरगाह चलता है, सब चलता है। इसमें कोई रुकावट भी नहीं, कोई मुश्किल भी नहीं। मेरे इल्म में वही है। അതാണ് ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങളും മോദിജിയുടെ ഭരണത്തിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ അനുസൃതമായിട്ട് ജീവിക്കുന്ന ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളെല്ലാം സേഫാണ് എന്നാണ് AP ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, 94 വയസ്സുണ്ട്, ഒരു മതപണ്ഡിതനാണ്. പിന്നെ മതപണ്ഡിതനാണ് എന്നുള്ളത് കൂടെ തന്നെ ഒരു കച്ചവടക്കാരനാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ബിസിനസ്സുകൾ കയ്യിലുണ്ട്. പിന്നെ അത്യാവശ്യം രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്ന ഒരു സംഘടനയുണ്ട്. ഇതെല്ലാം ഉള്ള ഒരാളാണ്. അപ്പം ആ ഒരു വയസ്സും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മൂപ്പര് ഏതൊക്കെ പ്രവൃത്തി മേഖലകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങോട്ട്, അതായത് പ്രധാനമന്ത്രിനെ കാണാൻ അങ്ങോട്ടൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ട് സംസാരിച്ച് വരുമ്പം ഒരാളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സേഫാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സേഫ് അല്ല, മോദിജിയുടെ ഭരണത്തിനുള്ള സേഫ് അല്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ഇവിടെ സംഘടന, ഇവിടെ AP, EK, മുജാഹിദ്, ജമാഅത്തോ ഒന്നും വേണ്ട, ഒന്നും നിങ്ങൾ വേണ്ട. ഇത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രവർത്തന മേഖലകളിലുള്ള ഒരാൾ അങ്ങോട്ടൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടുവരുന്ന സമയത്ത് എന്താണ് അയാൾ പറയേണ്ടത്? 94 വയസ്സുണ്ട്, നിങ്ങൾ ആലോചിക്കണം. അടുത്തൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളിയുടെ ആശയങ്ങൾ തന്നെയാണ്, അല്ല പുള്ളി വേറെ ഒരാൾ വെറുതെ പറഞ്ഞു കൊടുത്ത് കേൾക്കുന്നില്ല. പുള്ളിയുടെ ആശയങ്ങളിൽ ചില വാക്കുകൾ മറന്നു പോകുന്നുണ്ടാവും. അത്രയും വയസ്സായ ഒരാൾക്ക് ഇങ്ങനെ ഒരാൾ ഇതല്ലാണ്ട് പിന്നെ എന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരാൾ പറയണോ അല്ല ഇന്ത്യയിലോ മുസ്ലിങ്ങൾ ഒട്ടും സേഫ് അല്ല, പ്രധാനമന്ത്രി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കഷനിൽ വന്നിട്ടില്ല. പുള്ളി മറ്റു പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ സമ്മേളനങ്ങളിലോട്ട് എന്താ പറയുക ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ വരണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്, അതും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. അതല്ലാണ്ട് പുള്ളിക്ക് അനുഭവിച്ചിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞതോ മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞെന്ന് തോന്നില്ല. നിങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇക്കൂട്ടത്തിലല്ല, പുള്ളി പറഞ്ഞത് കറക്റ്റാണ്, പുള്ളി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളി ഈ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കണ്ടിട്ടില്ല, കാണാത്ത ഒരാളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യുന്നവന്മാരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? അതല്ലെങ്കിൽ പുള്ളി ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്ന എനിക്കറിയാം. ഇത്രയും നല്ലൊരു മനുഷ്യൻ അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു വർത്താനം പറയണോ? പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമല്ലോ. പുള്ളിനെ പോലത്തെ ഒരാൾ പറയണ്ട, പക്ഷെ നമുക്ക് പറ്റും. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് ഉള്ള ഈ ജനാധിപത്യ രാജ്യത്ത് സുരക്ഷിതരാണോ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി BJPയുടെ തലതൊട്ട പാർട്ടി RSS തുടക്കത്തിലേ പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നാണ്. അതായത് RSSന്റെ പ്രത്യയശാസ്ത്രമായിട്ടുള്ള വിചാരധാരയും അല്ലെങ്കിൽ മനുസ്മൃതിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് RSSന്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ BJPയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ വേർഡ് തന്നെ തെറ്റാണ്, വെറുതെ. അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് ഉള്ള ഒരു രാജ്യം ഭയങ്കരമായിട്ട് മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും ഇവിടെ ഒരു പ്രശ്നമില്ലാണ്ടാണ് ജീവിക്കുന്നത്, ദളിതരും ക്രിസ്ത്യനും മുസ്ലിമും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറയാതെ പറഞ്ഞിട്ട് ഖലീൽ തങ്ങളും ഇന്ന് വന്നിട്ടുണ്ട്. പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ ഞങ്ങൾ എന്നും പറയുന്നതാണ്. പിന്നെ പ്രശ്നങ്ങൾ, പരാതികൾ, പ്രയാസങ്ങൾ അത് ഞങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട്. ശരിക്കും ആണോ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചിട്ട് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണോ ഇന്ത്യ ഭരിക്കുന്നത്? പറയാൻ പേടിച്ചിട്ടായിരിക്കും, ഖലീൽ തങ്ങൾ പോലും പറയാൻ പേടിച്ചിട്ടായിരിക്കും, പച്ചക്ക് പറയാനുള്ള പേടി ഉണ്ടാവും. ഇനി AP ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചു പറയേണ്ട എന്നുള്ള പേടി കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പം
ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പോലും അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ ഏതൊരു സ്വാതന്ത്ര്യ സമരത്തിനും പതാക ഉയർത്തുന്നത് പോലും ഇല്ലാത്ത ഒരു RSS എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ RSS എന്ന് പറഞ്ഞ ഒരു സംഘടന ഭരിക്കുന്ന രാജ്യത്ത് ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ ഒരു അഭിപ്രായം പറയണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ഭരണഘടന പോലും വേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, ഏറ്റവും റീസെന്റ് ആയിട്ട് അസാം എടുത്താൽ മതി. അസാം മുഖ്യമന്ത്രി ഒരു തോക്ക് ചൂണ്ടിയിട്ട് അപ്പുറത്ത് 2 മുസ്ലിങ്ങളെ ഇരുത്തി ഒരു AI രൂപം അല്ലെങ്കിൽ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വിട്ട പാർട്ടിയാണ് BJP. അതേ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി, അല്ലെ? രാജ്യം ഭരിക്കുന്ന മോദി. അപ്പം അത്തരത്തിലുള്ള ഒരു അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ കാണിച്ചത് അവിടെ മുസ്ലിങ്ങളെയാണ് വെച്ചിട്ടുള്ളത് എന്ന് ചിലപ്പം പാവം AP ഉസ്താദ് അറിഞ്ഞു കാണില്ല ആ ഒരു ന്യൂസ്. ഇനി പറഞ്ഞ അതേ സംസ്ഥാനത്ത് അസാമിലെ മുല്ല മുസ്ലിംസ് അവരുടെ ഒരു ഓട്ടോറിക്ഷയിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ 5 രൂപക്ക് പകരം നിങ്ങൾ 2 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ മുല്ല മുസ്ലിമിന്റെ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് 10 രൂപ വില ഉണ്ടെങ്കിൽ നിങ്ങൾ 5 കൊടുത്താൽ മതി, അവന്മാരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്ഥലമാണ് അസാം. ഇനി ബീഹാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ബീഫ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീഫിന്റെ പേരിൽ ബീഫ് കൊണ്ടു നടന്നു എന്നും പറഞ്ഞ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥലം. തച്ച് കൊന്ന ആളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അയാളെ തച്ച് കൊന്ന ആളെ ജയിലിലിട്ട് കഴിഞ്ഞാൽ അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ കയറി ഇറങ്ങുന്ന UP സർക്കാർ അല്ലെങ്കിൽ യോഗിയുടെ സർക്കാരുള്ള ഇന്ത്യ മഹാരാജ്യം. നസീം ഖുറൈഷി നിങ്ങൾ കേട്ട് കാണും, കഴിഞ്ഞ 2023 ബീഫ് കയ്യിൽ വെച്ചു എന്നും പറഞ്ഞിട്ട് 3 ബജ്രംഗദൾ പ്രവർത്തകരായിരുന്നു അടിച്ചു കൊന്നത്, ഗോരക്ഷാ സമിതിയിൽ പെട്ടിട്ടുള്ള. അതിൻ്റെ പേരിൽ കേസെടുത്തു. കേസ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പം ആ അറസ്റ്റ് ചെയ്ത ആളുകളെ വെറുതെ വിട്ടു. പിന്നെ മുഹമ്മദ് സഹീറുദ്ദീൻ 55 വയസ്സാ, ബീഹാറിലുണ്ടായിരുന്നു. ആൾ ഡിസേബിളും കൂടാണ്. കയ്യിൽ ബീഫ് വെച്ചു എന്നും പറഞ്ഞിട്ട് 4 പേര് വന്ന് അടിച്ചങ്ങ് കൊന്നു. കേസ് എവിടെ എത്തിയിട്ടില്ല. ഇനി അതൊന്നുമല്ല, UPയിലെ മുഹമ്മദ് അഖ്ലാഖ് 2015 കുറേ പേര് വീട്ടിൽ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസം വീട്ടിലോട്ട് കയറി വന്നിട്ട് പുറത്തോട്ട് പിടിച്ചിറക്കി ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചങ്ങ് കൊന്നു. അത് കഴിഞ്ഞിപ്പോൾ 2025 അതിലെ പ്രതികളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങുന്ന UPയിലെ യോഗിയുടെ സർക്കാർ. ഓരോ പരിപാടിക്ക് ഇപ്പം നിങ്ങൾ ശിവരാത്രി എടുത്തോ, നിങ്ങൾ ഹിന്ദുക്കളുടെ ഏത് പരിപാടികൾ എടുത്തോ, ഇത്തരം പരിപാടികൾ വരുന്ന സമയത്ത് അന്ന് ഇറച്ചി വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ബീഫ് പോത്തിറച്ചി വെക്കാൻ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ കോമൺ ആണ്. ഈവൻ നമ്മുടെ കർണാടകയിൽ പോലും ഉണ്ട്, ഏറ്റവും നിയറസ്റ്റ്. ഇവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിലും അവിടെ വരെ BJPയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് നിങ്ങൾ നോക്കണം. അവിടെ എടുത്തോ, ബീഹാർ എടുത്തോ, UP എടുത്തോ, നിങ്ങൾ അസാം എടുത്തോ, ഇവിടെ ഒന്നും ഇത്തരം ദിവസങ്ങളിൽ ഇറച്ചി വിൽക്കാൻ പോലും പാടില്ല. ഇനി ഒരു കാവടി യാത്ര നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ശിവ യാത്ര നടക്കുന്നുണ്ട്, ഏതെങ്കിലും രഥ മഹോത്സവം നടക്കുന്നുണ്ട്, ആ വഴി ഏതെങ്കിലും മുസ്ലിം പള്ളികളുണ്ടെങ്കിൽ അത് കവർ ചെയ്തിട്ടുള്ള അവസ്ഥയുള്ള രാജ്യം. ഇനി പള്ളി കണ്ടു കഴിഞ്ഞാൽ BJPയുടെ നേതാക്കൾ അറിയാണ്ട് കയ്യിലൊരു അമ്പും വില്ലും ഉണ്ടെന്ന് അവരങ്ങ് വിചാരിക്കും. ആ വിചാരിച്ച അമ്പും വില്ലും ഈ പള്ളിക്ക് നേരെ എറിഞ്ഞ് അല്ലെങ്കിൽ ഈ പള്ളിക്ക് നേരെ തൊടുത്ത് വിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന BJP നേതാക്കളുള്ള നാട്. ഈ പറഞ്ഞ UPയിലും നിങ്ങൾ അസാമിലും ബീഹാറിലും നിങ്ങൾ ഛത്തീസ്ഗഡിൽ എവിടെ വേണമെങ്കിലും എടുത്തോ. ഇനി മദ്രസകൾ വേണ്ട, മദ്രസകളിൽ പോയിട്ട് കുട്ടികൾ മതം പഠിക്കേണ്ട കാര്യമില്ല, അതിന് പകരം സ്കൂളുകൾ മതി എന്നും പറഞ്ഞ് മദ്രസകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം. ഏറ്റവും നിയറസ്റ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഖിയാമത്ത് നാൾ വന്നാൽ പോലും ആ സമയം വരെ ബാബറി മസ്ജിദ് ഇനിയൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രസ്താവനകൾ പറയുന്ന UPയിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP. പിന്നെ മറ്റ് പല സ്ഥലങ്ങളും കേരള സ്റ്റോറി പോലത്തെ പല സ്റ്റോറികൾ ഉണ്ടാക്കി മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തി ഹിന്ദു അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലുള്ള കുട്ടികളെ അങ്ങ് സിറിയയിലോട്ടും അങ്ങ് അഫ്ഗാനിസ്ഥാനിലോട്ടൊക്കെ യുദ്ധത്തിന് പറഞ്ഞയക്കുന്നു എന്നും പറഞ്ഞ പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കി. ഈ സിനിമകൾക്ക് നാഷണൽ അവാർഡ് കൊടുത്ത് അതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ്. ഇതൊക്കെ കാണുമ്പം മുസ്ലിങ്ങളുടെ സേഫ് ആണോ, ഈ വാർത്തകൾ AP കാന്തപുരം മുസ്ലിയാർ അറിയാത്തതാണോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മുസ്ലിങ്ങൾ സേഫ് ആണോ അല്ലേ എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ അതിൽ കൂടുതലൊന്നും ഒരുപാട് ഇതിൻ്റെ മേലോട്ട് കൊണ്ട് അല്ലെങ്കിൽ കാന്തപുരത്തിന് നിങ്ങളൊരു മൂലയിലിട്ട് അല്ലെങ്കിൽ പ്രസ്താവനകൾ കൊണ്ടും അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ പോട്ടെ, മുസ്ലിം പെണ്ണുങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രേമിച്ച് കൊണ്ടുവന്നിട്ട് കുട്ടികളുണ്ടാക്കിയിട്ട് അവരെ ഹിന്ദുക്കളാക്കി വളർത്തി ഈ അമ്മമാരെ ഇല്ലാണ്ടാക്കി കല്ലണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസ്താവന ഇളക്കുന്ന BJP നേതാക്കളുള്ള നോർത്ത് ഇന്ത്യ. ഒരു മുസ്ലിം കച്ചവടക്കാരനാണ്, ഓനൊരു മുസ്ലിം കച്ചവടക്കാരനാണ് അറിഞ്ഞ സമയത്ത് തീ കാഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ബജ്രംഗദളോ അങ്ങനെ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവൻ അടിച്ചങ്ങ് കൊന്നു. കാരണം അവൻ്റെ പേരിൻ്റെ കൂടെ മുസ്ലിം ഉണ്ട്, അതുകൊണ്ട് അവൻ അടിച്ചങ്ങ് കൊന്നു. അതും ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഈ പറഞ്ഞ അതേ മോദിയുടെ മഹാരാജ്യത്ത് നടക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു 1000 കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഒരു തവണ മോദി പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രസ്താവന പോരെ, പത്രങ്ങളുടെ മുമ്പിലൊന്നും പോണ്ട, പ്രസ് കോൺഫറൻസും കാര്യങ്ങളും നടത്തണ്ട, അത് ചെയ്യാറില്ല, ചെയ്യും വേണ്ട. വെറുതെ വന്ന് ഒരു പ്രസ്താവന പറഞ്ഞാൽ പോരെ. ഇത്തരം കാര്യങ്ങളിൽ ജയ് ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ കൊന്നങ്ങ് കളയും, ടച്ചങ്ങ് കൊന്നു കളയും. നീ വിളിക്കണം, വന്ദേ ഭാരതം വിളിച്ചിട്ടില്ലെങ്കിൽ കൊന്നു കളയുന്ന രാജ്യം. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്.
എൻ്റെ പൊന്നു മിത്രങ്ങളെ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ത്യ ഇതല്ല എന്നൊരു പ്രസ്താവന എന്തേ മോദി പറയുന്നില്ല? ഈ രാജ്യത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ദളിതനും ഒക്കെ വേണം എന്നാണെങ്കിൽ ഒരൊറ്റ പ്രസ്താവന മോദിക്ക് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? മോദിയുടെ താഴത്തുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പം അത്തരത്തിലുള്ള പ്രസ്താവന മോദി പറയുന്നില്ല. ഒരു നല്ല പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ AP-യുടെ മനസ്സിലുള്ള പോലത്തെ ഇന്ത്യയിലെ ന്യൂനപക്ഷമില്ല, അവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടില്ല, സോറി ഞാൻ അറിയാണ്ട് പറഞ്ഞു വരും, മുസ്ലിങ്ങൾ ഇവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, ഇവിടെ ഒരു കുഴപ്പവും മുസ്ലിങ്ങൾക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഒരു ആയിരക്കണക്കിൽ എന്താ പറയുക, പുതിയതായിട്ടുള്ള പഴയതും പുതിയ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വരുന്ന ആയിരക്കണക്കിൽ ആക്രമണങ്ങൾ ഇനി നിങ്ങൾ നിർത്തണം, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇതുവരെ ഈ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. അവിടെ അറിയാം മുസ്ലിങ്ങൾ മോദിയുടെ അണ്ടറിൽ സുരക്ഷിതരാണോ അല്ലേ എന്നുള്ളത്. ഇനി മുസ്ലിങ്ങൾ അങ്ങ് മാറ്റി നിർത്ത്, നിങ്ങൾ മറ്റ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളെടുത്തോ. ഏറ്റവും നിയറസ്റ്റ് റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടെങ്കിൽ ഒരു ന്യൂ ഇയർ ആഘോഷം, ന്യൂ ഇയർ വരെ ക്രിസ്ത്യാനികളുടെന്നാണ് പാവം മിത്രങ്ങളുടെ വിചാരം. ഇനി ഒരു ഈസ്റ്റർ ആഘോഷിച്ചു കഴിഞ്ഞാൽ, ഈവൻ വാലന്റൈൻസ് ഡേ വരെ ക്രിസ്ത്യാനികളുടെ ആഘോഷമാണെന്ന് വിചാരിച്ചിട്ട് ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന ചില സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരു മാസ് കുർബാന നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ പുറത്തിരുന്ന് ഹനുമാൻ ചാലിസ പാടുന്ന സംഘികൾ അല്ലെങ്കിൽ മിത്രങ്ങളല്ലേ നമ്മുടെ നാട്ടിലുള്ളത്? ആരെങ്കിലും അതിനെ എതിർക്കാനോ? ഏതെങ്കിലും ഒരൊറ്റ പ്രസ്താവന ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ വായിന്ന് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിബുകൾ അടിച്ചു തകർക്കുന്നു, പുൽക്കൂടുകൾ അടിച്ചു തകർക്കുന്നു, അല്ലെങ്കിൽ കരോളിന് പോയ സംഘത്തിനെ പിടിച്ചിട്ട് അടിച്ചു തീർക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് കേക്കും കൊണ്ട് പല സ്ഥലങ്ങളിലും വീണ്ടാന്തരം കയറി ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ സാഹോദര്യം അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്ന നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതേ സ്ഥാനത്ത് അപ്പുറത്ത് അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു ദളിതനെ നിങ്ങളെടുത്തു, ഇതൊക്കെ ന്യൂനപക്ഷങ്ങളാണ്. ദളിതനെ കണ്ടു കഴിഞ്ഞാൽ ആ വഴിയിൽ പോവാത്ത നേതാക്കളുണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലങ്ങ് ചെന്ന് കഴിഞ്ഞാൽ. ദളിതൻ കുടിച്ച കിണറിന്ന് അല്ലെങ്കിൽ അതേ കിണറിന്ന് വെള്ളമെടുത്ത് കുടിക്കാത്തവരുണ്ട്, ദളിതനെ കണ്ടാൽ മാറി നടക്കുന്നവരുണ്ട്. പണ്ട് രാജ്യത്തെ എങ്ങനെയായിരുന്നോ ഈ ഐത്തവും ബാക്കി എന്താ പറയുക തൊട്ടുതൂടായ്മയുള്ളത്, അതുപോലെ ഫോളോ ചെയ്യുന്ന നാടുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. സവർണ ഹിന്ദു നേതാക്കൾക്ക് അല്ലെങ്കിൽ സവർണ ഹിന്ദു BJP നേതാക്കൾ ഇപ്പോഴും ദളിതനെ കണ്ടു കഴിഞ്ഞാലുണ്ട് കാറി തുപ്പുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഹിന്ദു എന്നുള്ളത് അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളത് മാത്രമല്ല, ഈ നാട്ടിലെ ദളിതനും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരിപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്, മതപരിവർത്തനം മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. ഒക്കെ പോട്ടെ, ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ മംഗലാപുരത്തും കർണാടകയിലും കോളേജുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതൊക്കെ കാണുമ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സേഫാണ് എന്ന് ഉസ്താദിന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉസ്താദ് ഈ വാർത്തകളൊന്നും അറിഞ്ഞു കാണില്ല. ഇനി അതല്ല ഉസ്താദ് വിചാരിച്ച് കാണും, ഇനി ഞാനിപ്പം ഈ വയസ്സാം കാലത്ത് ഇത് പറഞ്ഞിട്ട് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലുള്ള ആ ഒരു ഇതങ്ങോട്ട് വേണ്ട അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് ഉസ്താദ് വിചാരിച്ചതായിരിക്കും. അതല്ലാണ്ട് ഉസ്താദിനെതിൽ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ ഇതറിയുന്ന അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ആളുകൾ, ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പം ഇനി ഉസ്താദ് പറഞ്ഞ് ഇനി ഇതിനെ ന്യായീകരിച്ചിട്ട് മെഴുകാൻ വരുന്ന ആൾക്കാരുണ്ടാ പറയുന്നത്. ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞതിനെ ആരും കുറ്റം പറയാണ്ട് ഇതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ കേരളമാണ്, കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ വലിയ തോതിൽ കണ്ടിട്ടില്ല, പക്ഷേ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഉസ്താദ് പറഞ്ഞതോ പറയാത്തതോ എന്തോ ആയിക്കോട്ടെ, അത് പറഞ്ഞതിനെ അല്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകി വരാണ്ടിരിക്കുന്നതായിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് നല്ലത്, അല്ലേ? അതല്ലാണ്ട് ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞന്മാരൊക്കെ അവസരവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം പറഞ്ഞു.